ത്തിന്റെ ആഭ്യന്തരമന്ത്രിയെ സംഘപരിവാറുകാർ എത്ര ഭയക്കുന്നുണ്ട് എന്നതിന് ഈ ദൃശ്യം അങ്ങോട്ട് നോക്കിയേ. കാസർഗോഡ് നിന്ന് പുറത്തു വന്ന ദൃശ്യമാണ്. പോലീസ് സ്റ്റേഷനിൽ അറസ്റ്റ് ചെയ്തു കൊണ്ടുപോയ പ്രതികളെ ഇറക്കിക്കൊണ്ടു പോകാൻ വരെ സംഘപരിവാറുകാർക്ക് ഇപ്പോൾ ഒരു ഭയമില്ല. നിങ്ങൾ വേണമെങ്കിൽ CM-നെ വിളിച്ചോ അത്രേ. എന്തൊക്കെയാണ് ഈ കൊച്ചു കേരളത്തിൽ ഇപ്പോൾ നടക്കുന്നത്? പോകുന്നില്ല. അങ്ങനെ പറയോ നമ്മളെ വകുപ്പ് എന്താണ്? വകുപ്പ് എന്താണ്? വകുപ്പ് നിങ്ങൾ അറസ്റ്റ് രേഖപ്പെടുത്തുന്ന നിങ്ങൾ അറസ്റ്റ് രേഖപ്പെടുത്തിക്കോളൂ. നിങ്ങളെ അല്ല, നിങ്ങൾ അറസ്റ്റ് രേഖപ്പെടുത്തിക്കോളൂ. നമ്മൾ തയ്യാറല്ല. നമ്മൾ പറഞ്ഞിട്ടില്ല. നിങ്ങളടുത്ത് കേസ് എടുക്കണ്ടെന്ന് ഒരിക്കലും പറയുന്നില്ല. കേസ് എടുത്തോളൂ. വെറുതെ ഇരുത്തണം വേണ്ട. വെറുതെ ഇരുത്താനൊന്നും നിയമമുണ്ട് അവിടെ. അതങ്ങനെ വെച്ചത് കോൺഗ്രസിന്റെ മന്ത്രിമാരാണ് കസേരയിൽ ഇരിക്കുന്നതെങ്കിലും ഭരിക്കുന്നത് മുഴുവൻ സംഘപരിവാർ ഉദ്യോഗസ്ഥരും ഫീൽഡിൽ കളം നിറഞ്ഞാടുന്നതും കോൺഗ്രസുകാരോ ലീഗുകാരോ അല്ല, മുഴുവൻ സംഘപരിവാറുകാർ. കേരളത്തിലെ സംഘപരിവാറുകാർക്ക് എന്തൊരു ആവേശമാണ്, എന്തൊരു ഊർജമാണ്. കഴിഞ്ഞ 10 വർഷം ഇവരൊക്കെ ഈ നാട്ടിലുണ്ടായിട്ട് എന്തുകൊണ്ട് ഇവരെ ഇങ്ങനെയൊന്നും നമ്മൾ കണ്ടില്ല? കേരളത്തിൽ പിണറായി വിജയൻ ആഭ്യന്തരമന്ത്രി ആയിരുന്നപ്പോൾ സംഘപരിവാറുമായി അണ്ടർസ്റ്റാൻഡിംഗ് ആയിരുന്നു. ഇപ്പോ ആഭ്യന്തരമന്ത്രി മാറി. പിണറായി വിജയനെ ഇതുവരെ ജയിലിലടയ്ക്കാനായിട്ട് പുതിയ മന്ത്രിക്ക് കഴിഞ്ഞില്ല. എന്തിനേറെ പറയുന്നു, പിണറായി ഇരുന്നപ്പോ തല പൊക്കാതിരുന്ന സംഘപരിവാറുകാർ പുതിയ ആഭ്യന്തരമന്ത്രിയായി ചെന്നിത്തല വന്നപ്പോ അവരുടെയൊക്കെ ഒരു ആവേശം നോക്കണേ. പോലീസ് സ്റ്റേഷനിൽ കയറി എന്ത് കാണിക്കാമെന്നുള്ള ധൈര്യം നോക്കണേ. എന്തുകൊണ്ടായിരിക്കും ഇത്രയും കാലം ഇല്ലാതിരുന്ന ഈ ധൈര്യം പൊടുന്നനെ ഇവർക്ക് കിട്ടിയിരിക്കുന്നത്? ഇന്നലകളിൽ ഇതേ വ്യക്തികൾ തന്നെ ഇതുപോലുള്ള പ്രവർത്തനം എന്തുകൊണ്ട് ചെയ്യാതിരുന്നു? നിങ്ങൾക്ക് ആലോചിക്കുന്നവർക്ക് ഉത്തരമുണ്ടാകും. ഏതെങ്കിലും കാര്യങ്ങളെ ഒരു കഥയുണ്ടാക്കി മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിച്ച് ഇല്ലാത്ത സംഘിച്ചാപ്പ കുത്തിയിരുന്നവർ അധികാര കസേരയിലോട്ട് അങ്ങോട്ട് കയറിയിരുന്ന് സംഘപരിവാറിനെതിരെ ശക്തമായ നിലപാട് സ്വീകരിച്ച് തുടങ്ങിയപ്പോൾ കേരളത്തിൽ കാണുന്ന കാഴ്ചകളാണ്. പോലീസ് സ്റ്റേഷനിൽ വരെ കയറി BJP-ക്കാരെ ഇറക്കിക്കൊണ്ട് പോകാനായിട്ട് സംഘിണികൾ നേരിട്ട് രംഗത്ത് വരികയാണ്. കേരളത്തിന്റെ പൊതുസമൂഹത്തിൽ കഴിഞ്ഞ 3 മാസത്തിനിടയിലുണ്ടായ മാറ്റം നോക്കി. സംഘപരിവാറുകാർ അഴിഞ്ഞാടുകയാണ്. ന്യൂനപക്ഷ വിഭാഗത്തിലുള്ളവരെല്ലാം കരുതിയിരുന്നോളൂ, നിങ്ങൾക്കുള്ള സദ്യക്ക് ഇലയിട്ട് കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ചെയ്ത പ്രവൃത്തിക്ക് നിങ്ങൾ തന്നെ കൂലി വാങ്ങാൻ പോകുന്ന കാലമാണ് വരാൻ പോകുന്നു എന്ന് വളരെ കൃത്യമായി ബോധ്യപ്പെടുന്ന സാഹചര്യം. സംഘപരിവാർ മനസ്സുള്ള ഒരു വിദഗ്ധനായിട്ടുള്ള മേനോൻ വാക്കുകൊണ്ട് നിങ്ങളെ പ്രലോഭിപ്പിച്ചു, പറ്റിച്ചു. വീണവർ അനുഭവിക്കുക. നോർത്ത് ഇന്ത്യയിലൊക്കെ നോക്കി, അവിടെ മുസ്ലിങ്ങൾ പിണറായി വിജയനെ കണ്ടിട്ടല്ല യോഗിക്കെതിരെ പ്രതിരോധിക്കുന്നു എന്നൊക്കെ മൗദൂദി ചാനലിനകത്തിരുന്നൊരു ഊള നിങ്ങൾക്ക് വലിയ ആത്മവിശ്വാസം നൽകി. ഇനി സംഭവിക്കാൻ പോകുന്നത് എന്തൊക്കെയെന്ന് നിങ്ങൾ കണ്ടോളൂ, കേട്ടോളൂ. കാര്യം ഇത്രയും കാലം വരാൻ പോകുന്ന അപകടങ്ങൾ ഇതൊക്കെയാണെന്ന് പറഞ്ഞപ്പോൾ തലയ്ക്കകത്ത് മതം നിറഞ്ഞിരുന്നത് കൊണ്ട് കാര്യങ്ങളെ മനസ്സിലാക്കാൻ പറ്റിയില്ല. മതമാണ് പ്രശ്നം. ഇനി മതവും പിടിച്ച് വരുന്നതെല്ലാം വച്ചങ്ങ് അനത്തുക. അതിനപ്പുറത്തേക്ക് മറ്റൊന്നും ചെയ്യാനില്ല എന്ന റിയാലിറ്റി കേരളത്തിൽ സംജാതമാവുകയാണ്.